Hello children, in this video we are going to study about structure of atom, atomic number and mass number. Structure of atom chapter le adutha topic aanu atomic number and mass number. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന atomic number എന്താണ്, mass number എന്താണ്, അവരുടെ atomic numberന്റെയും mass numberന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. Atomic number is the total number of protons. Atomic number of an atom is the total number of protons in that atom. ഒരു ആറ്റത്തിൽ എത്ര എണ്ണം പ്രോട്ടോണുകളുണ്ടോ ആ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ ആണുള്ളത്, അപ്പോൾ അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 1. സിൻസ് ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻസ് 1 proton, its atomic number is equal to 1. So what atomic number 1 ആയുള്ള എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ, അറ്റോമിക് നമ്പർ 1 ഹൈഡ്രജൻ. അതെന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ്റെ ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ ആയതുകൊണ്ട് നമ്മൾ അതിന് 1 എന്ന നമ്പർ കൊടുത്തു, അറ്റോമിക് നമ്പർ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ Z. അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കാനുള്ള ലെറ്ററാണ് ക്യാപിറ്റൽ Z. ക്യാപിറ്റൽ ലെറ്റർ Z ഉപയോഗിച്ചാണ് നമ്മൾ അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്നത്. Atomic number is equal to number of protons, and we know that number of protons is equal to number of electrons. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് is equal to number of electrons also. The number of protons is very important because the protons in an atom do not undergo any change. നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ആ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോൺസ് ഉള്ളത്. അപ്പോൾ പ്രോട്ടോൺസ് സ്വാഭാവികമായും യാതൊരു കെമിക്കൽ റിയാക്ഷൻസിലും പങ്കെടുക്കുന്നില്ല, അത് അവിടെ സ്വസ്ഥമായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്പർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഏതൊരു എലമെൻറ്റിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടി സഹായിക്കുന്നതായിരിക്കും. കാരണം എല്ലാ സമയത്തും അത് തന്നെയായിരിക്കും അതിൻ്റെ പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ നമ്പറുകളൊക്കെ അത് വാരി ചെയ്യുന്നതാണ്. ഇലക്ട്രോൺസ് ആർ യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരി ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ നമ്മൾക്ക് റിലൈ ചെയ്യാൻ പറ്റില്ല. പ്രോട്ടോൺസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് കോൺസ്റ്റൻറ്റ് ഫോർ എൻ ആറ്റം, സോ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ അറ്റോമിക് നമ്പർ. ഒരു നമ്പറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് അറ്റോമിക് പ്രോട്ടോൺസിൻ്റെ എണ്ണം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഒരു ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ എലമെൻറ്റ്സ് ആൻഡ് അറ്റോമിക് നമ്പേഴ്സ്, എന്താണ് പ്രോട്ടോൺസും അറ്റോമിക് നമ്പറും തമ്മിലുള്ള ബന്ധമെന്ന് നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ ഇസ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജനിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 ആണ്, അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 1. ഹീലിയം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു 2, അറ്റോമിക് നമ്പർ ഇസ് ഓൾസോ ഈക്വൽ ടു 2. ലിത്തിയം പ്രോട്ടോൺസ് നമ്പർ 3, അറ്റോമിക് നമ്പർ 3. Beryllium number of protons is equal to 4, atomic number is equal to 4. Boron is the fifth element, number of protons is equal to 5 and atomic number is also equal to 5. Carbon is the sixth one, atomic number and number of protons is equal to 6. Nitrogen is the seventh and number of protons and atomic number is equal to 7. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം എത്രയാണോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അതായിരിക്കും ആ എലിമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അറ്റോമിക് നമ്പർ നമ്മൾ Z എന്ന അക്ഷരം വെച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മറക്കരുത്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ ഓഫ് ദാറ്റ് ആറ്റം. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. Next, mass number. Mass number is the total number of protons and neutrons in an atom. ഒരു ആറ്റത്തിലെ ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും കാണപ്പെടുന്ന ന്യൂക്ലിയസിനകത്താണ്. അവരുടെ രണ്ടാളുടെ എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുകയാണ് നമ്മുടെ മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. Mass number is denoted by capital letter A. So it's very easy to find out mass number. Just add up the number of protons and number of neutrons. So you will get the mass number. Here a table is given in that the elements, number of protons, number of neutrons and mass numbers are given. First element is hydrogen. The atomic mass of hydrogen. Do you remember the atomic number of hydrogen? Yes, 1. 1 is the atomic number of hydrogen and number of protons is equal to 1, number of neutrons is equal to 1, so mass number is equal to 1 plus 1, that is equal to 2. Second element, helium.
Number of protons 2, number of neutrons 2, mass number is equal to 2 plus 2, 4. Third number lithium, the mass number is equal to 6, beryllium 8, boron 10, carbon 12 and nitrogen 14. Okay. So ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഇത് ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി നോക്കാവുന്നതാണ്. അറ്റോമിക് നമ്പർ എന്താണെന്ന് പഠിച്ചു, മാസ് നമ്പർ എന്താണെന്ന് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നെയിം ഓഫ് പാർട്ടിക്കിൾ, പൊസിഷൻ ഇൻ ദ ആറ്റം, മാസ് യൂസ് ഫോർ പ്രാക്ടിക്കൽ പേർപ്പസസ്. സബാറ്റോമിക പാർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്. അത് എവിടെയാണ് അതിൻ്റെ പൊസിഷൻ, ആറ്റത്തിൽ എവിടെയാണ് അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ മാസ് എന്താണ്, ഇത് മൂന്നാണ് നമുക്ക് എഴുതാനുള്ളത്. ഫസ്റ്റ് സബാറ്റോമിക പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. ആദ്യത്തെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. അതിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണുള്ളത്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 ആറ്റമിക് മാസ്. കാരണം അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ്സായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത്? വെർ ഇസ് ദ പൊസിഷൻ ഇൻ ദ ആറ്റം? ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ഇസ് സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. അത്രയും വളരെ തുച്ഛമായ മാസാണ് ഇലക്ട്രോണിലുള്ളത് വെൻ ഇറ്റ് ഇസ് കമ്പയർഡ് വിത്ത് ദ മാസ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവായതുകൊണ്ട് നമ്മളതിന് 0 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നേയില്ല. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് പ്രോട്ടോൺ പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ. തേർഡ് സബാറ്റോമിക പാർട്ടിക്കിൾ ഏതാണ്? ന്യൂട്രോൺ. Neutron is seen inside the nucleus. Neutron can be seen inside the nucleus. And what is the mass? 1. Proton and neutron are having same mass, 1 atomic unit or 1 U. Okay. Next, complete. Which are the fundamental particles whose masses are mainly responsible for the mass of an atom? ഏതെല്ലാം പാർട്ടിക്കിളിൻ്റെ മാസ്സാണ് ഒരു ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത്? ഏതെല്ലാം സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്? യെസ്, ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. വി വിൽ ബി കൺസിഡറിങ് ദ മാസ് ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാസ് ഓഫ് എൻ ആറ്റം. ഒരാറ്റത്തിൻ്റെ മാസ് കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുക പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ്സാണ്. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. ഗിവ് റീസൺ വൈ. ഇലക്ട്രോൺ ഇസ് ഹാവിങ് നെഗ്ലിജിബിളി സ്മോൾ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ 0 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇലക്ട്രോൺ ഡസ് നോട്ട് പൊസസ് സഫിഷ്യൻറ്റ് മാസ് ടു കൺസിഡർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. what is the mass of 1 proton? Mass of 1 proton, it is given here 1 U. And what about the mass of neutron? It is also given 1 U. 1 U is the mass of neutron. Next, what will be the mass of an atom having 1 proton and 1 neutron? If the atom is having only 1 proton and 1 neutron, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും മാത്രമുള്ള ഒരു ആറ്റം ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 + 1 = 2. 2 will be the mass of that atom. ഒരു ആറ്റത്തിനുള്ളിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 + 1 = 2 ആയിരിക്കും. Find the mass of an atom having 2 protons and 2 neutrons. 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 2 + 2 = 4 units ആയിരിക്കും. Is there any relation between the total number of protons and neutrons in an atom and its mass? Yes, definitely. ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസും അതിൻ്റെ മാസും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് number of protons plus number of neutrons is equal to mass of that atom. So you can write like this: number of protons plus number of neutrons is equal to mass of that atom. Okay, mass of that atom. Number of protons plus number of neutrons is equal to mass of that atom. The total number of protons and neutrons in an atom is called the mass number. നമ്മൾ നേരത്തെ പഠിച്ചു അത്. Total number of protons and neutrons is equal to
ദ മാസ്, അതുകൊണ്ട് തന്നെ ആ ഒരു നമ്പറിനെ, പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പറിനെ വി കോൾ ഇറ്റ് മാസ് നമ്പർ ആൻഡ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എ. എ എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്, അതും ക്യാപിറ്റൽ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്, മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പർ കാണാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം, ഒന്ന് പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഒന്ന് ന്യൂട്രോൺസിൻ്റെ എണ്ണവും. You might have understood the position and charge of the fundamental particles in an atom. അപ്പോൾ നമുക്കറിയാം പൊസിഷൻ എവിടെയാണ് ഓരോ സബാറ്റോമിക പാർട്ടിക്കിൾസിലെയും, അല്ലെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്ന് പറയും, ബേസിസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥാനം എവിടെയാണ് ആറ്റത്തിനുള്ളിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. Which is the fundamental particle of an atom that can be displaced when atoms rub against each other or they undergo chemical reactions with other atoms. ഒരു ആറ്റം ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുകയാണ്, അല്ലെങ്കിൽ അത് വേറൊരു ആറ്റത്തിനുമായിട്ട് ഉരസുന്ന സമയത്ത് ഏത് സബാറ്റോമിക പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏത് ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്, അതിൽ പങ്കെടുക്കുന്നത്? അതിനുത്തരമാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് എപ്പോഴും ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന ആളാണ് ഇലക്ട്രോൺസ്. അത് ന്യൂക്ലിയസിന് പുറത്താണുള്ളത്. പക്ഷേ പ്രോട്ടോൺസും ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിനകത്താണ്. അവർ ഒന്നിലും ഇൻവോൾവ് ആവുന്നില്ല, അവർ ഒരു കെമിക്കൽ റിയാക്ഷനും ഒന്നിലും ഇൻവോൾവ് ആവുന്നില്ല. അവരവിടെ അത് സ്ഥിരമായിട്ടിരിക്കുകയാണ്, അവരുടെ നമ്പേഴ്സ് ചേഞ്ച് ആവുന്നില്ല, അവരവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്, സോ ദേ വിൽ ബി ടേക്കിംഗ് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അവരാണ് ഒരു എനർജി കൂടിയ സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനർജി കുറഞ്ഞൊരു മേഖലയിലേക്ക് പോകുന്നത്. അവരാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടുന്നതൊക്കെ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുമ്പോഴാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്ന് പറയുന്നത്. ഓക്കെ, give reason. Which is the fundamental? Okay, electrons can be seen outside the nucleus and they are being transferred and thus chemical reactions are taking place. Since the atom is electrically neutral, the number of protons and number of neutrons are equal in an atom. Electrons, നമുക്കറിയാം ഒരു ആറ്റം, നമ്മൾ ആദ്യം പഠിച്ചു, ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു, നമ്മൾ ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തുല്യമായതുകൊണ്ട് തന്നെ അത് 0 ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അത് ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. The protons in an atom do not undergo any change in any of the circumstances mentioned above. യാതൊരു കാരണവശാലും പ്രോട്ടോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നില്ല. പ്രോട്ടോൺസ് യാതൊരു കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കുന്നില്ല. അവർ അവിടെ തന്നെയാണ്, ന്യൂക്ലിയസിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്, അവർക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഹെൻസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഗെയിൻസ് അറ്റ്മോസ്റ്റ് സിഗ്നിഫിക്കൻസ്. അപ്പം ഏതൊരു ആറ്റം എടുത്താലും അതിൻ്റെ പ്രോട്ടോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്, ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ ഇലക്ട്രോൺസ് ആണെങ്കിലോ അത് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ നമ്പേഴ്സ്. ഇഫ് ഇറ്റ് take part in a chemical reaction, it will lose the electron or it will gain the electron or the electrons will be shared by some other atoms. ഇലക്ട്രോൺസിനൊരു സ്ഥിരതയില്ല, ഇലക്ട്രോൺസിൻ്റെ നമ്പേഴ്സിന് അത് സ്ഥിരതയില്ല. പക്ഷേ പ്രോട്ടോൺസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അതൊരു സ്ഥിരമാണ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, അത് ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിരമായിട്ടിരിക്കുകയാണ്. സോ ദാറ്റ് നമ്പർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ആറ്റത്തിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിൽ ഇന്ന ആറ്റമാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പ്രോട്ടോൺസിൻ്റെ നമ്പർ പറഞ്ഞാൽ മതി. ആ പ്രോട്ടോൺസിൻ്റെ ഇപ്പം 7 പ്രോട്ടോൺസ് ഉള്ളൊരു ആറ്റം, അത് നൈട്രജനാണ്, പറഞ്ഞാൽ അത് നൈട്രജനാണ്. അപ്പോൾ അതെന്താണ്, ഒരു ആറ്റത്തിന് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ആ നമ്പർ ഉപയോഗിച്ചൂടെ, അല്ലേ? അതൊരു സ്ഥിരമായൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ആ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻസ് അതാണ്, പ്രോട്ടോൺസിൻ്റെ നമ്പേഴ്സിനുള്ള സിഗ്നിഫിക്കൻസ് ആണ് ഇതാണ്. കാരണം പ്രോട്ടോൺസിൻ്റെ നമ്പർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നമ്പർ ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കും, ആറ്റത്തിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Hence the number of protons in an atom gains utmost significance. Therefore an atom is identified by the number of protons in it. The total number of protons in an atom is called the atomic number. Okay, atomic number എന്ന് പറയുന്നത് ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. And it is denoted by the letter capital Z. നമ്മൾ മാസ് നമ്പർ സൂചിപ്പിക്കാൻ ക്യാപിറ്റൽ A യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ അറ്റോമിക് നമ്പർ സൂചിപ്പിക്കാൻ വേണ്ടി ക്യാപിറ്റൽ Z ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
If you know the atomic number of an atom, the number of which all particles can be found. ഇപ്പോൾ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാം. അപ്പം നമുക്ക് ആ ആറ്റോമിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം പാർട്ടിക്കിൾസിൻ്റെ നമ്പറാണ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം നമ്മൾ ജനറലി അതൊരു ന്യൂട്രൽ സ്റ്റേറ്റിലായിരിക്കുമ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. അപ്പം നമുക്ക് പറയാം ആറ്റോമിക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഒരു ന്യൂട്രൽ, അപ്പോൾ ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ കാര്യമാണിത് പറയുന്നത്. ആറ്റം ഒരു ന്യൂട്രൽ അവസ്ഥയിലിരിക്കുമ്പം നമ്മൾ അതിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ അതിന് എത്രത്തോളം പ്രോട്ടോൺസും എത്രത്തോളം ഇലക്ട്രോൺസും എത്ര എണ്ണം ഇലക്ട്രോൺസും ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എ ന്യൂട്രൽ ആറ്റം, ഇഫ് വി നോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, we can easily find out the number of electrons also. That is, if you know the atomic number of an atom, the number of protons can be determined, and at the same time number of electrons also can be determined. So the answer is protons and electrons.